Hello guys, welcome back to the video. So, in this video, we will 10,000 rupees in the 5 best smartphones. So, we will budget range 10,000 rupees budget range. So, this price അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോൺസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മൊത്തം കാണുക. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സെറ്റ് ദ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുക, നമുക്ക് നേരെ വീഡിയോ. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടേതാണ്, റിയൽമി C65. ഒരു നോർമൽ പെർഫോമൻസിലും കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയിലും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hz LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. MediaTekന്റെ Dimensity 6300 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. സോ അത്യാവശ്യം ഒരു നോർമൽ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. പിന്നെ 1080p 30 fps ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് 10,000 rupees ബഡ്ജറ്റ് റേഞ്ചിലുള്ള മിക്ക സ്മാർട്ട് ഫോൺസും 1080p 30 fps ആണ്. പിന്നെ 4K റെക്കോർഡിംഗ് ഉള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അപ്പം വീഡിയോ മൊത്തം കാണുക, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 15 watts ചാർജിങ് ആണ്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 6+128GB ROM വേരിയന്റ് 10,950 rupees ആണ് വരുന്നത്. സോ ഒരു റിയൽമിയുടെ സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്. പോക്കോ M6 അല്ലെങ്കിൽ റെഡ്മി 13C, രണ്ടിലും ഏകദേശം സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 90 Hz IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. MediaTekന്റെ Dimensity 6100+ എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. സോ അത്യാവശ്യം നോർമൽ പെർഫോമൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. ഇവിടെയും 1080p 30 fps ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 watts ചാർജിങ് ആണ്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB ROM വേരിയന്റ് 8,999 rupees ആണ് വരുന്നത്. സോ 9,000 rupees അത്യാവശ്യം ഒരു നോർമൽ പെർഫോമൻസിലും കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, മോട്ടോ G35. നിങ്ങൾക്ക് അറിയാവുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് പറയിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് പറയാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hz Full HD+ LTPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ യൂണിസോക്കിന്റെ T760 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഈ ഒരു ഫോണിലും കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയും 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 fps വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 watts ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. സോ ഈ ഒരു ഫോണിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ 4+128GB ROM വേരിയന്റ് 10,599 rupees ആണ് വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല ക്യാമറ സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെതാണ്, iQ Z9X. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hz Full HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 6 Gen 1 ആണ്. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ കൊടുത്തിരിക്കുന്നത്. പ്ലസ് 2 മെഗാപിക്സലിന്റെ ഒരു ക്യാമറ, 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 fps വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു നല്ല വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. പിന്നെ ഒരു കിടിലൻ പെർഫോമൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 44 watts ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. പക്ഷേ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 6+128GB ROM വേരിയന്റ് 13,499 rupees വരുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അല്ലെങ്കിൽ അടുത്ത സ്മാർട്ട് ഫോൺ നോക്കാം. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റെഡ്മിയുടേതാണ്, റെഡ്മി 12 5G അല്ലെങ്കിൽ പോക്കോ M6 Pro. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിലും കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 90 Hz LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 4 Gen 2 ആണ്. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 1080p 30 fps വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K കിട്ടൂല. പിന്നെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 watts ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 വരുന്നത്, 14 അപ്പോൾ അതൊന്നും കുഴപ്പമില്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. സോ പോക്കോ M6 Proയുടെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 4+128GB ROM വേരിയന്റ് 10,999 rupees ആണ് വരുന്നത്. നമ്മുടെ റെഡ്മി 12 5Gയുടെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 6+128GB ROM വേരിയന്റ് 12,230 rupees ആണ് വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസും കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ ഇതൊക്കെയാണ് 10,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സെറ്റ് ദ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.